ഇന്ന് നമ്മുടെ സർഗം കിച്ചണിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കാമെന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചപ്പാത്തി 2 ടിപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ചെയ്യും, നല്ലൊരു കഴിക്കാനും നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. 2 ദിവസം ഒക്കെ നമുക്ക് ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ മാവ് കുഴച്ച് ഒരു കണ്ടെയ്നറിൽ വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യാം. പിന്നെ ഇത് നമുക്ക് മുട്ടക്കറി ആയിട്ട് കഴിക്കാം. എല്ലാവരും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ചപ്പാത്തി നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ചെയ്യും. നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ 1 കപ്പ്, ഇത് അരക്കപ്പിന് 1 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുക. ഏത് ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല, സാധാരണ പൊടി മതി. ഗോതമ്പ് പൊടി എടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളം ചൂടുള്ള വെള്ളം ഒന്ന് കുഴച്ചെടുക്കാം. 1 നുള്ള് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യാം. ചെറിയൊരു ചൂടുള്ള വെള്ളം, തണവൊന്ന് വിടുക, അത്രേ വേണ്ടൂ. ആ വെള്ളം നമുക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ ചപ്പാത്തിയുടെ മാവ് നമ്മൾ ഇതുപോലെ ഇളം ചൂടുള്ള വെള്ളം ഉപ്പും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഒന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും. ഇനി നമ്മൾ ഒരു ടിപ്പ് ഉപയോഗിക്കുന്നത്, നമ്മൾ പാല് കാച്ചിയ പാത്രം ഉണ്ടല്ലോ, പാല് മാറ്റി വെച്ച പാത്രം, പാലിൻ്റെ ആവശ്യമില്ല, നമ്മൾ പാല് തിളപ്പിച്ച പാത്രം മതി. ആ പാത്രത്തിൽ നമ്മൾ അവസാനം ഒന്ന് ഇതുപോലെ ഒന്ന് ഈ മാവ് ഇങ്ങനെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി നമുക്ക് കിട്ടും. അപ്പം നമ്മൾ കുറച്ച് വെച്ച മാവ് നമ്മളിത് പാല് കാച്ചിയ പാത്രത്തിൽ, അപ്പം അതിൻ്റെ ആ പാലിൻ്റെ നെയ്യൊക്കെ വലിച്ചെടുത്ത് ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റ് ആവും. പാലിൻ്റെ കുറച്ച് അംശം കൂടുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊടിയെടുത്ത് യോജിപ്പിച്ചാൽ മതി. അപ്പം നമ്മുടെ പാല് കാച്ചിയ പാത്രത്തിൽ, തിളപ്പിച്ച പാത്രത്തിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തു. അപ്പോഴത് കണ്ട നല്ല സോഫ്റ്റ് ആവും. ഒരു ദിവസം മുഴുവൻ അത് സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം അത് കണ്ട നമ്മുടെ മാവ്. ഇനി നമുക്കത് ഒരു അരമണിക്കൂർ മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ഉരുളകളാക്കി നമ്മുടെ കൈയിൻ്റെ ഉള്ളം കയ്യിൽ തന്നെ ഇതുപോലെ ആക്കിയെടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി വയ്ക്കുക. ഇങ്ങനെ മാവിലും കൂടി ഒന്ന് കുഴച്ചെടുത്തത് ഇതുപോലെ ഒന്ന് സൈഡ് പിടിച്ച് സെറ്റ് ചെയ്യാം. പാല് തിളപ്പിച്ച പാത്രത്തിലാകുമ്പോൾ അതിൻ്റെ അരുവശത്തൊക്കെ കുറച്ച് നെയ്യ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കുറേ നേരം നല്ല മൃദുവായിട്ട് തന്നെ ഇരുന്നോളും. ഇതുപോലെ എല്ലാം ചെറിയ ഉരുളകൾ ഇങ്ങനെ പരത്തി നമുക്ക് വെക്കാം. അവസാനം നമുക്ക് പരത്താം. അപ്പം നമ്മൾ ചപ്പാത്തി മാവ് വെച്ച് കുഴച്ച് നല്ല ചെറിയ ഉരുളകളാക്കി ഗോതമ്പ് പൊടിയിൽ മുക്കി ഒന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ അരിവശം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ചപ്പാത്തി പലക എടുത്ത് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് മാവ് പരത്തിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എണ്ണയൊന്ന് തടവി കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും. കനം കുറഞ്ഞ് കിട്ടും ചെയ്യും. നല്ലൊരു ടിപ്പിന് എണ്ണ തടവി കൊടുത്താൽ ചപ്പാത്തിക്ക് ഒന്ന് ഇങ്ങനെ ഒരു ഹാർഡ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വലിഞ്ഞ് കിട്ടും. ഒരു അരമണിക്കൂർ വെച്ചിട്ടാണല്ലോ നമ്മൾ എടുത്തുള്ളത്. അപ്പം നമ്മുടെ ചപ്പാത്തി നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ലോണം കനം കുറഞ്ഞ ചപ്പാത്തിയാണ്. അപ്പം നല്ലോണം പൊളച്ച് നല്ല പൊന്തി വന്നോളൂ. ഇനി എല്ലാതും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തത് നമുക്ക് പരത്താം. ഇതിൻ്റെ എല്ലാതും ഇങ്ങനെ പരത്തി അവസാനം നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നമുക്കൊരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ചപ്പാത്തി ചൂടാം. ജസ്റ്റ് ഒരു ഓയിലോ ബട്ടറോ അങ്ങനെ തേച്ച് കൊടുക്കാം. ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിടാം. ജസ്റ്റ് ചെറിയ കുമ്പളകൾ വരുമ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് മറിച്ചിട്ടാൽ മതി. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ഒന്ന് വന്നാൽ മതി, നമുക്ക് എടുക്കാം. നല്ല പാകമാവും. അപ്പം നമ്മുടെ ചപ്പാത്തി 2 ദിവസം വരെ അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പാലിൻ്റെ നെയ്യൊക്കെ ചേർന്ന് നമ്മുടെ മാവ് കുഴച്ചതിൽ ഇളക്കിയപ്പോൾ അതിലേക്കൊക്കെ പശു നെയ്യൊക്കെ അതിൽ ചേർന്നുണ്ട്. അപ്പം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി നിൽക്കും.
പിന്നെ നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആവാൻ വേണ്ടിയുള്ള നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചപ്പാത്തി പാകമായി കഴിഞ്ഞത് എടുത്ത് ഇട്ട വശം തന്നെ നമ്മൾ കാസറോൾ ഇങ്ങനെ അടച്ച് വെക്കണം. അപ്പോൾ ആ ഒരു ആവിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി നിൽക്കും. പിന്നെ നമ്മൾ അടുത്തത് ഇടുമ്പോൾ ഇതുപോലെ തന്നെ അത് തുറന്ന് അപ്പം തന്നെ അടച്ചു വെക്കണം. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണമെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ ബട്ടറോ അങ്ങനെ ചേർക്കാം. അപ്പോൾ ഇത് അങ്ങനെ നിന്നോളും. എണ്ണ ജസ്റ്റ് ഒന്ന് കുടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിന്നോളും. അപ്പോൾ ഇതുപോലെ എടുത്ത് കാസറോൾ തുറന്ന് ഇങ്ങനെ ഇട്ട് അതുപോലെ തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള 2 ടിപ്പാണ് ഇപ്പം ഞാനിതിൽ ഉൾപ്പെടുത്തിയുള്ളത്. ഇതുകൊണ്ട് അതുപോലെ ചപ്പാത്തി ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ നമ്മുടെ ചപ്പാത്തി കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം. ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഒരു ദിവസം 2 ദിവസമൊക്കെ ഈ ചപ്പാത്തി നമുക്ക് എടുക്കുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ കാസറോളിൽ തന്നെ ഇരുന്നിട്ട് ആ ഒരു സോഫ്റ്റ്നെസ് ഒരു പ്രത്യേകമായിട്ട് കൂടും ചെയ്യും. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.